കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ നന്ദു ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാത്രി ഇരിക്കണ സമയത്താണ് നന്ദുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അനിയുടെ കോളാ. നന്ദു കോൾ എടുക്കാതിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ വീടൊരു മെസ്സേജ് ഫോണിലേക്ക് വന്നു. അതെ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നന്ദു ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാമെന്ന് ചോദിച്ചു. നന്ദുവിന് ആകെപ്പാടെ വെപ്രാളമായിപ്പോ എന്ത് ചെയ്യും. അങ്ങനെ പതുക്കെ പോയി മുറി നോക്കി കഴിയുമ്പോ ഗോവിന്ദൻ നല്ല ഉറക്കുക. അങ്ങനെ പതുക്കെ നന്ദു മുറിന്ന് പുറത്തിറങ്ങുവാണ്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോ അനി അങ്ങോട്ട് കയറി വന്നു. എന്താ അനി ഈ രാത്രി കാണാന്ന് പറഞ്ഞ് എന്താന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ട്. ഈ രാത്രിയിലോ? എനിക്ക് നന്ദുവിന് ഭയങ്കര ഇഷ്ടമാന്ന് പറയണേ. ഇതെന്തൊക്കെയാ അനി നീ പറയണേന്ന് ചോദിക്കുക. നിനക്കെന്താ രാത്രിയിൽ ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിക്കുക. അറിയാലോ, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറയാ. അല്ല, നീ എന്താ ഇതിലായിട്ട് ഉറങ്ങായിരുന്നേ? നിനക്ക് ഉറക്കമില്ലാത്തോണ്ടല്ലേ? അല്ല, അത് പിന്നെ എനിക്കറിയാം നന്ദു, നിനക്ക് എന്നെ ഇഷ്ടമാണ്. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേന്ന് ചോദിക്കാം. നന്ദു പറഞ്ഞു, അതിനിപ്പോ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എന്താ കാര്യമുള്ളേ? നയനേച്ചി പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിൽ കൊച്ചുമക്കളില് ഏറ്റവും കൂടുതൽ നല്ലവനായിട്ടുള്ളത് അനിയാന്നുള്ളത്. പിന്നെ അനിയനെ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല നന്ദു, നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണ്ട. നിന്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കെന്നെ ഭയങ്കര ഇഷ്ടമാന്നുള്ള കാര്യം. അപ്പൊ അത് നിന്റെ വായിന്ന് നേരിട്ട് കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കാം. അതിപ്പം അനി അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ എന്താ പറയണേ? ഇപ്പൊ അതിനുള്ള ചോദ്യത്തിന് ഒരു മറുപടി തരാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അല്ലെങ്കിലും ഇനിയിപ്പൊ അതിന് മറുപടി തന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നന്ദു ഇവിടുന്ന് അല്ല, അനി ഇവിടുന്ന് പോകാൻ നോക്ക്. അതെന്താ നന്ദു നീ അങ്ങനെ പറഞ്ഞ്? അച്ഛനെങ്ങാനും ഉണർന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നം അറിയാലോ. പ്രത്യേകിച്ച് അനിയുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കണം ഈ സമയത്ത്. അനാമിക അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരണ്ടൊന്ന് പോയതാട്ടോ. പ്രത്യേകിച്ച് അനാമിക അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറയാണ്. പെട്ടെന്ന് അനിക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമമായിപ്പോയി. അപ്പൊ നന്ദു എന്നെ ഒഴിവാക്കാൻ നോക്കല്ലേന്ന് ചോദിക്കാണ്. അല്ല, ഒഴിവാക്കാൻ നോക്കിയതല്ല, ഞാനുള്ള കാര്യം പറഞ്ഞ. അതുകൊണ്ട് അനി ഇപ്പം ചെല്ലാന്ന് നോക്കാൻ പറയാണ്. എനിക്കറിയാം എൻ്റെ മനസ്സിൽ നിന്നോടുള്ള അതേ ഇഷ്ടം തന്നെ നിനക്ക് നിന്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നീ എന്തെങ്കിലും ഒരു മറുപടി പറ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും. അതെ, ഇപ്പോഴങ്ങനെയും ചിന്തിക്ക് പോലും ചെയ്യരുത്. പറഞ്ഞു കേട്ടല്ലോ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി ഇങ്ങനെ കാണാൻ വരുവോ, ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് കയറിപ്പോവാ. എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അനി അങ്ങോട്ട് പോവാണ്. ഈ സമയം കനക നല്ല കൂറക്കം വലിച്ചു കിടന്ന് ഉറങ്ങുക. അല്ല, കനക നല്ല ഉറക്കമാണ്. ഈ സമയം ജലജ എന്ത് ചെയ്തോ, ഇവൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് അതിനെ കാര്യം. ഇവളുടെ ഉറക്കം ഇന്നത്തോട് നഷ്ടപ്പെടുത്താം. ഇവള് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടണം. എന്ത് ചെയ്യണം? ശരി, കൂറക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്ന പോലെ അങ്ങോട്ട് അഭിനയിക്കാം എന്നോർത്തും കൂറക്കം വലിക്കുക കിടന്നുണ്ട്. അങ്ങനെ കുറെ സമയം കൂറക്കമ്മയുടെ ശബ്ദം കൂടി വന്നപ്പം കനക പെട്ടെന്ന് ഞെട്ടി കണ്ണുറക്കും. ഇതെന്താ ശബ്ദം എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പം ജലജ നല്ല കൂറക്കം വലിച്ചു കിടന്ന് ഉറങ്ങും. ഓ, ഇവളെന്റെ ദൈവമേ, ഇത് എന്തൊരു കൂറക്കം വലിയത്! എന്റെ പണ്ടാരത്തിന് എന്നാ ചെയ്താൽ മതിയാകും? ഈ മൂക്കിനകത്തേക്ക് വല്ലതും കയറ്റി അങ്ങോട്ട് വെച്ചാലോ? എന്ത് ചെയ്യാനാ, മൂക്ക് കയറ്റി വെച്ചിട്ടും കാര്യമില്ല, അതും കൂടെ വലിച്ചങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകും. പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന്റെ ഉറക്കത്തുമില്ല. ഇതെന്തോ ഒരു ജന്മമാണോ എന്തോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, എഴുന്നേക്കുവാണ്. എഴുന്നേറ്റ് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, അവിടെ ഇരിക്കുക. കുറെ സമയം കൂടെ വെയിറ്റ് ചെയ്തു, കൂറക്കം വലിക്കൊരു കുറവുമില്ല. അവസാനം ദേഷ്യം വന്നിട്ട് ആ ഫോണൊക്കെ എടുത്തോണ്ട് കനയെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം ജലജ പതുക്കെ എഴുന്നേറ്റു. കൊള്ളാം, അവൾ എഴുന്നേറ്റ് പോയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നിന്റെ ഉറക്കം ഞാൻ കളഞ്ഞില്ലോടി. നീ ആ പുറത്ത് വെളിയിലും പോയി കുത്തി എഴുന്നേറ്റ് രാവിലെ ഇങ്ങോട്ട് കയറി വന്നാൽ മതി. എന്നോടാ നിന്റെ കളി എന്ന് ജലജ പറയാം. അങ്ങനെ പതുക്കെ കനക മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് ഹാളിലേക്ക് പോയി അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കാന്ന് ഓർത്തുകൊണ്ട് ഫോണിലൊക്കെ നോക്കി ഹാളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് അനി അങ്ങോട്ട് വരുന്നുണ്ടേ. അനിയാണെങ്കിൽ കഥ തുറന്ന് അകത്ത് കയറി ചുറ്റുമൊക്കെ നോക്കി ആരും ഉണ്ടോന്ന്. ആരുമില്ല, ആരും ഹാളിൽ പോലും ഇല്ല. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഓർത്തങ്ങോട്ട് കയറി വരുമ്പോ കനകേനെ കാണുന്നത്. കനക ചോദിച്ചു, അല്ല അനിമോനെ, നീ എവിടെ പോയത് ഈ പാതിരാത്രിയിൽ നിൽക്കും? അല്ല ആൻറ്റി, ഞാന് പുറത്തു വരെ പോയതാണ്. പുറത്തോ? അത് ഈ സമയത്ത് എന്താ? ഏയ് ഒന്നുമില്ല ആൻറ്റി, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയത്. ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവനെ കാണാൻ പോയത്. അല്ല, അതങ്ങനെ പതിവില്ലാത്ത ആളോ? രാത്രി 10 മണിക്ക് ശേഷം അങ്ങനെ പുറത്ത് പോകുന്ന മുത്തശ്ശന്റെ ഓർഡർ ഉള്ളതല്ലേ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കും. അല്ലാതെ മുത്തശ്ശനോട് പറയരുത് കേട്ടോ ആൻറ്റി, മുത്തശ്ശൻ അറിയാതെ ഞാൻ പോയേക്കുന്നത്. ഓ, അങ്ങനെ വരട്ടെ. അല്ല, കൂട്ടുകാരനെ തന്നെ കാണാൻ പോയതാണല്ലോ അല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ ആൻറ്റി, കൂട്ടുകാരനെ തന്നെ കാണാൻ പോയതാന്ന് പറയാം. പെട്ടെന്ന് അന്ന് അനി അങ്ങോട്ട് കയറി പോവാ. ഈ സമയം കനകയ്ക്ക് ഒരു സംശയം. കനക പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നന്ദുവിന്റെ ഫോണിലേക്ക് വിളിക്കുക. നന്ദു ഓർത്ത്, അമ്മ എന്താ ഈ സമയത്ത് വിളിക്കുന്നത്? കോൾ എടുത്തു. എന്താ നന്ദുട്ടാ, നീ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുക. ഇല്ലമ്മ, ഞാൻ ഉറങ്ങിയില്ല. അല്ല, അനിമാൻ അവിടെ വന്നായിരുന്നല്ലേന്ന് ചോദിക്കുക. നന്ദുവിലൊരു ഞെട്ടലുണ്ടായി. ഇനി അമ്മ എങ്ങനെ അറിഞ്ഞു? ആ ടെൻഷൻ. അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുകയാണ്.
എന്നോട് കള്ളത്തരം പറയണ്ട. അനിമോൻ എന്നോട് പറഞ്ഞായിരുന്നു നന്ദൂട്ടൻ അവിടെ ചെന്നായിരുന്നുള്ള കാര്യം. ഇനിയിപ്പൊ അനിയങ്ങാനും പറഞ്ഞു കൊടുത്തു കാണുമോ? ദൈവമേ, ഇത് എനിക്ക് എന്ത് പറ്റിയത്? ആ പടൽ വെപ്രാളമായപ്പോ ഈ സമയത്ത് നന്ദുവിന്റെ ഒരു പതർച്ച. നന്ദു പെട്ടെന്ന് പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യട്ടെ. അവൻ അങ്ങനെ പറഞ്ഞു, ഞാൻ അവനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നാണ്. അല്ല, അത് വേണ്ട, ചോദിച്ചു നോക്കണ്ട. അതെന്താമ്മ അങ്ങനെ? അല്ല, അനിമോൻ എവിടെയോ പുറത്തു പോയിട്ട് വരുന്ന കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു മോളെ കാണാൻ വന്നായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട്. ഓ, അങ്ങനെയാണല്ലേ. അല്ല, അനി പുറത്തു പോയ ഉടനെ അതല്ല എന്നെ കാണാൻ വരുന്നതാണോ? അമ്മയുടെ മനസ്സിൽ നീ തെറ്റിദ്ധാരണ ആദ്യം എടുത്തു കളയണമെന്ന് പറയാം. അല്ല പിന്നെ നീ പിന്നെന്താ ഇതുവരെയായിട്ട് ഉറങ്ങാതിരുന്നേ? എനിക്ക് ഉറക്കം വന്നില്ല. ഓഹോ, അപ്പൊ ഞാൻ ഉറങ്ങുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്താണ് അമ്മ ഈ പാതാളത്തിൽ നിൽക്കും. അല്ല, അത് നന്ദൂട്ടാ ഞാൻ. ശരി ശരി, അന്ന് നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് കനകി അങ്ങോട്ട് ഫോൺ വെക്കുവാണ്. നന്ദുവിന് ആ പടിയിൽ ടെൻഷൻ. അമ്മയ്ക്കാണ് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ കാര്യം എന്നിട്ട് അറിയത്തുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യുവാണ്? കനക ആദർശിന്റെ നയനയുടെ മുറിയിലേക്കിലാണ്. അപ്പം പതിവ് പോലെ തന്നെ ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നേ. അങ്ങനെ കഥവ് മുട്ടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ആദർശം ഉണ്ടായിരുന്നു മുറിയില്ല. നയന ബാത്റൂമിൽ കയറിയേക്കുമായിരുന്നു. അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേനും മുല്ലപ്പൂ മൊത്തം വിതറി കിടക്കുന്നുണ്ട്. ആഹാ, ഇത് കൊള്ളാലോ. ഇതെന്നാ? ഞാനിത് വിതറാൻ വേണ്ടി തന്നല്ലായിരുന്നു, വെറുതെ ഇവിടെ നിന്ന് വെക്കാൻ വേണ്ടി തന്നായിരുന്നു. അല്ല, ആന്റി എന്താ ഉദ്ദേശിച്ചേ? ഏയ്, ഒന്നുമില്ലാന്ന് പറയണ. ആന്റി എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആന്റി അങ്ങനെയൊന്നും നടന്നിട്ടില്ല കേട്ടോ എന്ന് പറയണ. എങ്ങനെ നടന്നിട്ടില്ല? അല്ല, മുല്ലപ്പൂ വിതറിയിട്ടുണ്ട്, എന്താ കുഴപ്പമിരിക്കണേ? ഒരു നല്ല കാര്യമില്ലേന്ന് ചോദിക്കും. ഈ സമയം കനകയുടെ ചിരിയും മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ ആദർശനും വല്ലാത്ത എന്തോ ഒരു ഫീലിങ്സ്. എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആന്റി വേറൊന്നും ഇല്ല കേട്ടോ എന്ന് പറയണ. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതെ, മുത്തശ്ശി ആദർശമോനും മുത്തശ്ശി ഇങ്ങോട്ട് തന്നപ്പോൾ ഞാൻ ഇതും കൊണ്ട് തന്നോളൂ എന്ന് പറയാം. മുത്തശ്ശിയാണ് മുല്ലപ്പൂ വന്നേ. അതെ, അപ്പൊ ആന്റി പറഞ്ഞ് പുറത്തുനിന്നുകൊണ്ട് പറിച്ചെന്ന്. അത് ഞാൻ ചുമ്മാ ഒരു കള്ളത്തരം പറഞ്ഞല്ലേ. അതെ, നമ്മുടെ കിടക്കണ സമയത്തെ നമ്മുടെ തലയണിക്കടിയിൽ മുല്ലപ്പൂ വെക്കുവാണെങ്കിലേ പിന്നെ ഭാര്യയുടെ പ്രത്യേകിച്ച് കല്യാണ മന്ത്രത്തിന്റെ ആവശ്യമില്ലെന്നും ഇല്ലെന്ന് പറയും. കല്യാണ മന്ത്രം അതെന്താ? അതൊക്കെ മോന് മനസ്സിലായിക്കോളും എന്ന് പറയണം. ആദർശൻ അങ്ങോട്ട് പെട്ടെന്ന് ക്ലിക്കില്ല. ആദർശ് പിന്നെയും ചോദിച്ചു, അതൊന്നും ഇല്ലാന്ന് പറയണം. അതെ, മോൻ ഒരു കാര്യം ചെയ്യേ, ആ പുറത്തേക്ക് ഇറങ്ങി നിൽക്കേ. ഈ ചായ എടുത്ത് കുടിച്ചോട്ടെ, ഞാൻ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാന്ന് പറയാണ്. ആദർശ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോയപ്പോഴാണ് നയന കുളിയും ഇറങ്ങി വരുന്നത്. ഇതെന്താ മോളെ ഇത്ര താമസിച്ചേ? അല്ലെങ്കിൽ നീ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ വെക്കാൻ അടുക്കളയിലേക്ക് വരുന്നാണല്ലോ. എന്ത് പറയാൻ എൻ്റെ അമ്മ, ആദർശാണ് ഇന്നലെ എന്നെ ഉറക്കിയില്ലെന്ന് പറയാം. ഓഹോ, അങ്ങനെ വരട്ടെ. ഈ സമയം കനകയോ ചിരിക്കുവാണ്. അമ്മ എന്തിനാ ചിരിക്കണേ? അല്ല, ഒന്നുമില്ലാന്ന് പറയണ. എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഈ സമയം നായന പറഞ്ഞു, ആദർശാണ് എന്തോ സ്വപ്നം കണ്ടിട്ട് മുല്ലപ്പൂ ഒക്കെ വാരി വിതറുമായിരുന്നു പറയണം. അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഈ പ്രായം കഴിഞ്ഞിട്ടാണല്ലോ ഞാനും ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ദേ, അമ്മ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുമെന്ന് അറിയാം. ഇല്ലില്ല, ഞാൻ മോളെ തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഇല്ലാന്നറിയാം. അറിയാലോ, മോൾക്കറിയാലോ, മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കണം. അധികം വൈകാതെ തന്നെ മോള് ഒരു അമ്മയാണ്. അറിയാലോ, ഈ വീട്ടിലേക്ക് മൂത്ത മരുമോളായിട്ട് കയറി വന്ന ആള് മോളാ. അപ്പൊ ഈ വീട്ടിൽ ആദ്യം ഒരു കുഞ്ഞിനെ കൊടുക്കേണ്ട ആളും മോളായിരുന്നു. പക്ഷെ നവ്യ എന്നെ കടത്തി വിട്ടി. അപ്പൊ ഇനി മോള് വിട്ടുകൊടുക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വേണമെന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ. അതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറയാം. ഇത് കേട്ടപ്പം നാനിക്കൊരു ചെറിയ ചിരിയൊക്കെ വന്നു. എന്നാൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ് കനക. ഈ സമയം നാനി അതൊക്കെ ഓർത്തോണ്ടിരിക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നന്ദു ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സമാധാനം കിട്ടുന്നില്ല. ആകെപ്പാടെ ഇന്നലെ അമ്മ രാത്രി വിളിച്ച് ചോദിച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിലായി. ഈ സമയം ഗോവിന്ദൻ അങ്ങോട്ട് വന്നു. ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞു, അല്ല ഇന്നലെ രാത്രി മോള് പുറത്തു പോയിരുന്നല്ലേ എന്ന് ചോദിക്കുക. അല്ല അച്ഛൻ, ഞാൻ ശബ്ദമൊക്കെ കേട്ടായിരുന്നു. ഞാൻ അവിടുത്തെ വല്ല പൂച്ചയായിരിക്കും എന്നൊക്കെ കരുതിയിരുന്നേ. പക്ഷെ അമ്മ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു അനിമോൻ ഇവിടെ വന്നായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയാം. ഇത് കേട്ടോ നന്ദുവിലൊരു ഞെട്ടലുണ്ടായി. നന്ദു പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക. അല്ല, അച്ഛനോട് സത്യം പറ, ഇന്നലെ അനിമോൻ ഇവിടെ വന്നായിരുന്നു ചോദിക്കുക. അല്ല അച്ഛൻ, അല്ല അനി ഇവിടെ വന്നില്ലോ എന്ന് പറയാം. അല്ല, അച്ഛനോട് ആരാ പറഞ്ഞേ? അല്ല, അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വന്നായിരുന്നെന്ന്, അതുകൊണ്ടാണ് ചോദിച്ചേ. നന്ദു കള്ളത്തരം പറയില്ല ഞാൻ വിചാരിക്കണേന്ന് പറയാം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അനി എന്ത് വരേണ്ട ആവശ്യം എന്താ അച്ഛാ? അല്ലെങ്കിലും അനി എന്തിനാ പാതിരാത്രി വരുന്നേ? അതാ എനിക്കും പറയാനുള്ളത്. മോൾക്കറിയാലോ, 2 പെൺകുട്ടികൾ ഇവിടുത്തെ ആ കുടുംബത്തിലുണ്ട്. ഇനി ഒരാളും കൂടെ ചെന്നിട്ട് ആ കുടുംബത്തിൽ കയറിയിട്ട് ഇനിയിപ്പോൾ അതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയേ ഞാൻ പറഞ്ഞു. മോൾക്കിതൊക്കെ അറിയാവുന്നല്ലേ? അതൊക്കെ എനിക്ക് അറിയാച്ചാ. അനിയോട് എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമില്ല. അനാമിനെ കല്യാണം കഴിക്കാൻ പോകുന്ന അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനെ മനസ്സിൽ നിന്ന് മായച്ചതെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, എനിക്കത് അത്ര വിശ്വാസം വരുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? പണ്ടായിരുന്നു ഞാൻ വിശ്വസിച്ചാനും. നേരത്തെ ആയിരുന്നെങ്കിൽ
നീ പുറത്തു പോകുന്ന കാര്യം പറയാൻ പേടിയായിരുന്നു ഞങ്ങൾക്ക്, എന്തേലും പോയി അടി ഉണ്ടാക്കുവോ അങ്ങനെയൊക്കെ നൂറ് ടെൻഷനായിരുന്നു. ഇപ്പൊ നീ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നേ, കാരണം നീ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുമല്ലേ, ഈ മുറിക്കകത്ത് തന്നെ, ആരോടും ഒന്നും സംസാരമില്ല, ആ പഴയ ഊർജ്ജസ്വലത എല്ലാം പോയി, അതുകൊണ്ടാ പേടിയാവുന്നേ. ഇത് കേട്ടപ്പം ഭയങ്കരമായിട്ട് ടെൻഷൻ നന്ദു പറഞ്ഞു, അച്ഛനാന്ന് ഓർത്ത് പേടിക്കണ്ട കേട്ടോ, എന്നെ കൊണ്ട് ആർക്കും ഒരു ദോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അനിയുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഞാൻ കടന്നു ചെല്ലത്തില്ല. എനിക്കറിയാം അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി ഇപ്പം അച്ഛൻ ആ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ടെന്ന് പറയാം. നന്ദോട്ട് അറിയാലോ, നമ്മുടെ സ്ഥിതി കണ്ടറിഞ്ഞ് വേണം നമ്മൾ നിൽക്കാനായിട്ട്. നമ്മൾ ഒരിക്കലും അർഹിക്കാത്ത ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പോഴത്തെ നന്ദോട്ടിന്റെ മനസ്സ് കണ്ടിട്ട് എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാം. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കൊള്ളാന്നും പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് കയറിപ്പോവാണ്. വല്ലാത്തൊരു സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ നന്ദുവിന്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് അനി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അജയനും ജാനിയും കൂടെ അങ്ങോട്ട് വരുവാണ്. അല്ല, നീ എന്ത് ഇരിപ്പായിരിക്കണേ, പോകണ്ടേന്ന് ചോദിക്കുകയാണ്. അല്ല, ഇങ്ങോട്ട് കല്യാണം വിളിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. ഓ, ആ കാര്യമാണോ? ദേ, ആ നയനമോളുടെ വീടിന്റെ അടുത്താ പോകുന്നേ. ഒന്ന് രണ്ട് വീടുകളുണ്ട്, നമ്മുടെ ബന്ധുക്കാരുടെയൊക്കെ വീടുകൾ അവിടെയൊക്കെ ഉണ്ട്, അറിയാലോ. അവിടെയൊക്കെ വിളിക്കാനായിട്ടാ പോകുന്നത്. ഇത് കേട്ടും അനിയിലൊരു സന്തോഷമുണ്ടായി. അങ്ങനെയാണെങ്കിൽ നന്ദുവിനെ കാണാനും പറ്റുമല്ലോ. ആ കൂടത്തിൽ നയനമോളുടെ വീട്ടിലും കയറി വിളിക്കണമെന്ന് പറയാം. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെയാണ് നന്ദുവിനെ ഒന്ന് കാണാം, ആ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട്. അല്ല, നീ എന്നിട്ട് എന്നെങ്കിലും നീ വരുന്നില്ലേ നിൽക്കും. ശരി, ഞാൻ വരാമെന്ന് പറയണം. ഈ സമയത്ത് നയനയും കൂടെ വന്നേ. അല്ല, മോള് റെഡിയായെന്ന് ചോദിക്കും. റെഡിയായി എന്ന് പറയാം. എന്നാൽ ശരി, നമുക്കങ്ങോട്ട് ഇറങ്ങിയാലോ. പിന്നെ മോളുടെ വീട്ടിലേക്ക് പോകുന്ന പറയുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് ചോദിക്കേ. അതൊക്കെ ശരി തന്നെയാ. കല്യാണം കഴിഞ്ഞ് ഞാൻ അധികം പോയി നിന്നിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ മുത്തശ്ശിയുടെ അനുവാദം കിട്ടിയിട്ടുണ്ട് പോയിക്കോളാന്. പോയി ഒരു ദിവസം നിന്നിട്ട് വന്നാൽ മതിയെന്ന്. അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഏത് പെൺകുട്ടികളുള്ളേ, എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം കാണുമായിരിക്കും എന്ന് പറയാം. അജയനും പറഞ്ഞു, ശരിയാ, നയനയുടെ കാര്യത്തിലാണ് ഇതുവരെയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞ് പോയി അങ്ങനെ അധികം നിൽക്കാനൊന്നും പറ്റിയിട്ടില്ലോ എന്ന് പറയാം. എന്നാ ശരി, എന്നാ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ്. ഈ സമയം അജയൻ മാത്രം പോയില്ല. ബാക്കി ജാനകിയും നയനയും അനിയും കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഗോവിന്ദന്റെ അരിയിലേക്ക് കല്യാണം വിളിക്കാനായിട്ട് വരുവാണ്. അങ്ങനെ അവർ കയറി വരുന്നപ്പോൾ ഗോവിന്ദന് വല്ലാത്ത ടെൻഷൻ. കുറിച്ച് എന്താ മൂന്നുപേരും ചോദിക്കുകയാണ്. ഈ സമയം ജാനകി പറഞ്ഞു, അതെ, വരേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എങ്ങോട്ട് വന്നേന്ന് പറയാണ്. ശരി, വന്നിരിക്കാൻ പറയാണ്. ഈ സമയം നന്ദോടെ ഇല്ലായിരുന്നു. നയന പറഞ്ഞു, അല്ല, നന്ദോട്ടൻ എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണ്. അവൾ അകത്തുണ്ടെന്ന് പറയാണ്. ഈ സമയം നയന പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, നന്ദുവിനാണ് ഈയിടെ ഭയങ്കര വിഷമമാണ്. അവൾ ഫോൺ വിളിച്ച് ശരിക്കും സംസാരിക്കുന്നില്ല. അമ്മ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന. അപ്പൊ കല്യാണം വിളിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കൂടെ ഞാനും പോന്നു. ഇനിയിപ്പം കല്യാണം വിളിച്ചിട്ട് ഇവർക്ക് കുറെ ദൂര സ്ഥലങ്ങളൊക്കെ വിളിക്കാൻ പോകാനുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കാണും. ഇന്നും മിക്കവാറും നാളെയൊക്കെ കാണുമായിരിക്കും. മുത്തശ്ശിയുടെ അനുമതി മേടിച്ചിട്ടാ വന്നേന്ന് പറയാ. ഈ സമയം ഗോവിന്ദൻ, ആ നല്ല കാര്യമാണല്ലോ എന്ന് പറയാണ്. എന്താന്ന് അറിയത്തില്ല, ഇത് കല്യാണം അടുത്ത് ഇനിയിപ്പോ ഇവിടെ ഒരുത്തനുണ്ട്. ഇവന് ഇതുപോലൊക്കെ തന്നെ പ്രശ്നങ്ങളാ, ഭയങ്കര ബുദ്ധിമുട്ടുകള്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സല്ലേ, അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ കല്യാണം വേണ്ടെന്നായിരിക്കും. പക്ഷേങ്കില് അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ എന്ന് ജാനകി പറയാ. ഇത് കേട്ടപ്പോ ഗോവിന്ദൻ, ശരി. അപ്പൊ നായനോട്, ഞാനേ നന്ദുകൂട്ട എന്തെടുക്കുമെന്ന് നോക്കിയിട്ട് വട്ടേന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം അനിയോട് കല്യാണം വിളിക്കടാന്ന് ജാനകി പറയാണ്. ഇത് കേട്ടപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അനി നിൽക്കുകയാണ്. അപ്പൊ ഗോവിന്ദൻ, കല്യാണമൊക്കെ വിളിക്കാം, നിങ്ങൾ ആദ്യം ഇരിക്കാൻ പറയാണ്. ഈ സമയം ജാനകി, ശരിയാ, ഞങ്ങൾ ഇരിക്കാം. ഇനിയിപ്പം ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് വീടുകളും കൂടെ വിളിക്കാനുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് വന്നാ. ഇനിയിപ്പം നയനമോള് ഇവിടെ നിൽക്കുമല്ലേ, പിന്നെ നന്ദുവിനെയും കൂടെ വിളിക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയിച്ചില്ല ഗോവിന്ദൻ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.